ഹലോ ഹലോ. ഹലോ. നിങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ ആ ഒരു ജോലി നോക്കുകയാണെങ്കിൽ, ആ നിങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ ഒരു ജോലി നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ചെറിയൊരു ജോലിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 15 രൂപ വരെ സാലറി കിട്ടുള്ളൂ, 15,000 രൂപ. ആ ആ അതിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ് ആണെങ്കിലും അത്രയാണ് സാലറി ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതിലുള്ളൊരു പ്രശ്നം ആ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഹിന്ദിക്കാരെ കൂടെ ആയിരിക്കും റൂമിൽ കിടക്കേണ്ടി വരിക. ചിലപ്പോൾ ആ വൃത്തിയുള്ള ഒരാളായിരിക്കും, ചിലപ്പോൾ വൃത്തിയില്ലാത്ത ഒരാളായിരിക്കും. അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉം, താമസിക്കാനൊക്കെ നിങ്ങൾ ഓക്കെ ആവണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓ ബാംഗ്ലൂരിലേക്ക് ഒരുപാട് ആൾക്കാർ ജോലിക്ക് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ പലർക്കും ജോലി ആക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ജോലിക്ക് കയറി ആ കഴിഞ്ഞാൽ അവർ പറയും അവിടെ വൃത്തിയില്ല, അല്ലെങ്കിൽ ആ ജോലി എനിക്ക് പോരാ, എനിക്ക് 11 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റൂല. കാരണം ഇവിടെ മിനിമം 11 മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം, ഒരു റെസ്റ്റോറൻറ്റിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ജോലി ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? ആ ഭയങ്കര ബുദ്ധിമുട്ടാണത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഓക്കെ. പഠിച്ചിട്ട് വരണം. ഇപ്പം നിങ്ങൾ ഇവിടെ ഇപ്പം നല്ലൊരു മാനേജറായിട്ട് അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മാനേജറായിട്ടൊക്കെ ജോലി കിട്ടും. ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്, നല്ല മൾട്ടി ക്യൂസൈൻ റെസ്റ്റോറൻറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അത്യാവശ്യം നിങ്ങൾ ആ നല്ലൊരു നോളജും എക്സ്പീരിയൻസും കഴിവുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു ഒരു എന്താ പറയുക 25-30 റുപ്യ സാലറി ഉണ്ടാവും. ചിലപ്പോൾ അക്കോമഡേഷൻ കുറച്ചും കൂടി വൃത്തിയുള്ളതും ആവും. ഏ അപ്പം ഓക്കെ. അപ്പം നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താൽക്കാലിക സെറ്റപ്പിന് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തി, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലി പോലും നിങ്ങളെ കയ്യിലുണ്ടാവില്ല. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി അറിയുന്ന ഒരാളാണ്, ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾക്ക് നല്ലൊരു ജ്യൂസ് അടിക്കാൻ അറിയാം, നിങ്ങൾ സാധാരണക്കാരനാണെങ്കിൽ ജ്യൂസ് അടിക്കാൻ അറിയാം, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാൻ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പണ്ടാരിയാണ്. ഇനി അതല്ല, നിങ്ങൾ ഇവിടെ ഒരു നല്ല പ്ലംബിങ് അറിയുന്ന ഒരാളാണ്, ഇലക്ട്രീഷ്യൻ വർക്ക് അറിയുന്ന ഒരാളാണ്, പെയിൻറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടൊരു കൈത്തൊഴിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജോലിക്ക്, മീൻസ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ജോലിക്ക് ഇവിടെ നോക്കാം. അതല്ല നിങ്ങൾ ഈ ഒരു എന്താ പറയുക, ഒരു സപ്ലയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊരു സ്റ്റാഫായിട്ടൊക്കെ കയറുമ്പോൾ അതിന് പറ്റിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരാണ്. ഹിന്ദിക്കാരും ഇവിടുത്തെ കന്നഡക്കാരാണ് അങ്ങനത്തെ ജോലി ചെയ്യുക. അപ്പോൾ ഓരിടയിൽ നമുക്ക് നിൽക്കാൻ കഴിയൂല, നമ്മൾ നിൽക്കൂല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഒരു പണി എടുക്കാനായിട്ട് വരുന്നവരാ. ഓരോ 11 മണിക്കൂർ മരിച്ച് പണിയെടുത്ത് വയറ് നിറച്ച് ചോറും കഴിച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരാണ്. അതും അവരൊരു 4-5 മാസത്തേക്ക് അവർ ലീവ് എടുക്കൂല. അപ്പം നമ്മൾ ഈ മലയാളികൾ ഈ ജോലിയിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒന്നെങ്കിൽ ഓണറോട് പറയാതെ ഇറങ്ങി കണ്ടിട്ട് പോകും. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ഓണർ എന്നെ വിളിക്കും, റാസിൽ ഈ കൊണ്ടുവന്ന ആൾ ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നോട് പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ എന്നോടും പറയാതായിരിക്കും ഇറങ്ങിപ്പോവുക. അപ്പോൾ അപ്പം നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജോലി എന്താണോ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക, നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്താണെന്ന് നിങ്ങൾ എന്നോട് കറക്റ്റ് പറഞ്ഞുതരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ളൊരു സപ്പോർട്ട് ഞാൻ ചെയ്തുതരാം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ താൽക്കാലികമായിട്ട് എവിടെയെങ്കിലും കയറും, നിങ്ങൾ എന്നോടും പറയില്ല, നിങ്ങൾ ഓണറോടും പറയില്ല, രണ്ടാളോടും പറയാണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോവും. പിന്നെ എന്നെ വിളിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇതാണ്, എന്തെങ്കിലും ഒരു ജോലി റെഡിയാക്കി തരുമോ. അപ്പോൾ ആ ഒരു എന്താ പറയുക ചോദ്യത്തിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ. മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന ഒരു കറക്റ്റായിട്ട് അറിയുന്ന നല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്താ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബാംഗ്ലൂരിൽ എത്രത്തോളം സാലറി കിട്ടും, അതിനെങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവും, നിങ്ങൾക്ക് അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം. ഇപ്പം ഇവിടെ ചൂടുകാലം ആവാൻ സമയമാകുമ്പോൾ ജ്യൂസ് മേക്കേഴ്സിന് നല്ല 25,000 റുപ്യക്കാണ് സാലറി മിനിമം. അപ്പം നിങ്ങൾക്ക് നല്ല ജ്യൂസ് അടിക്കാൻ, പ്രൊഫഷണൽ ചെയ്യാം. അത്യാവശ്യം കഫേയില് കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിൽ അത്യാവശ്യം നന്നായിട്ട് അറിയാം. ഇപ്പം നിങ്ങൾ കഫേ നടത്തിയ ഒരാളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു ഷോപ്പിൽ പണിക്ക് നിൽക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഇറങ്ങിപ്പോവും. കാരണം നിങ്ങൾക്ക് അറിയില്ലേ ഓണർമാരെ സ്വഭാവം, ഓരെന്തായാലും നമ്മളോട് ചൂടാവും. അവർ ചെറിയ കാര്യത്തിൽ നമ്മളോട് ചൂടാവും, നമ്മളത് സഹിക്കാനും പറ്റണം. അപ്പം നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ചെയ്തുതരാം. ഓക്കെ, ശരി.
അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ ഒരാൾ ജോലി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു കഴിവായിട്ട് വന്നോളി. ഇവിടെ എല്ലാ ജോലികളുണ്ട്, ജോലികളില്ലാറില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ സൂപ്പർ മാർക്കറ്റിൽ ജോലിയുണ്ടോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ ജോലിയുണ്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കരുതെന്ന് പറയാൻ കാരണം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ജോലി ആക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ പലരുടെയും പ്രശ്നം ഒരു 3 ദിവസം നിന്നിട്ടാണ്ട് ഇറങ്ങിപ്പോവും. ഈ ജോബിൻ്റെ മീൻസ് ഈ ഒരു ഓണർ ഇന്നെ വിളിച്ചിട്ട് ചീത്ത പറയും, അല്ലെങ്കിൽ കച്ചറ ഉണ്ടാക്കും, പ്രശ്നമാവും. ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജോലി എന്താണെന്നുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചോളൂ. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവിടെ ഒരുപാട് ഗ്രൂപ്പിൽ ഞാൻ മെമ്പറാണ്. ഞാൻ അതിലൊക്കെ അയച്ചു കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. സോ ഇങ്ങനെ കുറേ കോളുകൾ വരും. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തു തന്നോളൂ. താങ്ക് യു.